എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു പെൻഡുലത്തിന്റെ കണക്കുണ്ടാവും. അപ്പൊ ഈ പെൻഡുലം ഒന്ന് നോക്കി വെക്കണം. ഡിഫറെന്റ് ടൈപ്പിൽ പെൻഡുലത്തിന്റെ കണക്കുകൾ ചോദിക്കുന്നുണ്ട്. പിന്നെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാന്, ഡയമെൻഷൻസ് ചോദിക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട്, പിന്നെ മൊമെന്റം, തെർമൽ കണ്ടക്ടിവിറ്റി, പിന്നെ വേവ്സ് റിലേറ്റഡ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സും NCERT ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. നമ്മൾ ബോർഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്രിപ്പയർ ആകുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഒന്ന് നന്നായി നോക്കുകയാണെങ്കിൽ ഫിസിക്സ് നമുക്ക് സിമ്പിൾ ആയി ആൻസർ ചെയ്യാൻ പറ്റും. ഇതില് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി റൊട്ടേഷൻ, ഗ്രാവിറ്റേഷൻ, തെർമോഡൈനാമിക്സ്, ഓസിലേഷൻ, വേവ്സ്, മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറന്റ് ആൻഡ് മാഗ്നറ്റിസം, ഒപ്റ്റിക്സ്, കറന്റ് ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കി വെക്കണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തുടർച്ചയായി ചോദിക്കുന്നുണ്ട്. ഒപ്പം എല്ലാ ചാപ്റ്റേഴ്സിൽ കൂടെ ഒന്ന് കണ്ണോടിക്കേണ്ടി വരും. NCERT ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. അടുത്തത് മാത്സ്. മാത്സ് കുറച്ച് ടഫാണ്, കാരണം അത് മാത്സ് ആണ്. അപ്പൊ നമ്മൾ മാത്സ് ആണ് എന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിച്ച് പോവേണ്ട ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഞാൻ മാത്സ് കുറച്ച് വീക്ക് ആയതുകൊണ്ടാവാം മാത്സ് കുറച്ച് ടഫായി തോന്നി. പിന്നെ ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പൽസറി അല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ് മാത്രമേ കമ്പൽസറി ഉള്ളൂ, മാത്സ് കമ്പൽസറി അല്ല. അതില് മാത്സില് പക്ഷെ ഇഷ്ടമുള്ളവരുണ്ടാവല്ലോ. അപ്പം മെട്രിക്സ്, അതില് ടൈപ്പ് ഓഫ് മെട്രിക്സ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു എക്സ്പാൻഷൻ തന്നിട്ട് അതിന് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും എന്നൊക്കെ ചോദിക്കില്ലേ, അതേപോലെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ റിലേഷൻസ്, പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും, പിന്നെ സർക്കിളിന്റെ, അതുപോലെ പാരബോള, എലിപ്സ്, അങ്ങനെ ഡിഫറെന്റ് ഷേപ്സിന്റെ ഇക്വേഷൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഡൊമൈനും റേഞ്ചൊക്കെ ഐഡന്റിഫൈ ചെയ്യാന്. മാത്സില് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അത് അന്നും ഇന്നും ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇൻഡിഫിനിറ്റ് ഇന്റഗ്രൽസ്, പ്രോബബിലിറ്റി, അത് ഞാൻ വിട്ടുപോയതാണ്, പ്രോബബിലിറ്റി ചോദിക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ ഡിഫറൻസിയേഷൻ, ആ ഏരിയ ഒക്കെ നമ്മളൊന്ന് നോക്കണം. മാത്സ് ഇഷ്ടമുള്ളവരുണ്ടാവും. നമുക്ക് പിന്നെ പ്രോബ്ലംസ് ആയതുകൊണ്ട് തന്നെ ടൈം കൂടുതൽ പോകുന്നത് മാത്സിലാണ്. അപ്പോൾ ഒന്ന് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അടുത്തത് ബയോളജിയാണ്. ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് സെക്ഷനിൽ കൂടെ പോയപ്പോൾ അതിൽ എനിക്ക് ബയോളജിയാണ് പിന്നെ സിമ്പിൾ ആയി തോന്നിയത്. അത് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും +1 ഒരു 60% ക്വസ്റ്റ്യൻസും +1 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സിമ്പിൾ ആണെന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൽ പ്ലാൻ കിങ്ഡത്തിനെ പറ്റിയിട്ടും അനിമൽ കിങ്ഡത്തിനെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ആ ചാപ്റ്ററിൽ നിന്ന്. പിന്നെ സ്ട്രക്ചർ ഓർഗനൈസേഷൻ ഓഫ് അനിമൽസ്, ആ ചാപ്റ്ററിൽ നിന്ന് ബയോമോളിക്യൂൾസ്, അതുപോലെ പ്ലാൻ ഫിസിയോളജിയും ഹ്യൂമൻ ഫിസിയോളജിയും നമ്മൾ കവർ ചെയ്യണം. അപ്പൊ തന്നെ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും ആയി. അതുപോലെ +2 കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. NCERT പക്ക NCERT ടെക്സ്റ്റ് ആണ്, പുറത്തുനിന്നൊന്നും വന്നിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെന്റ് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അങ്ങനെയാണ് തോന്നിയത്, NCERT മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അടുത്തത് ഹോം സയൻസ്. ഹോം സയൻസിലെ ന്യൂട്രീഷൻസ്, റിസോഴ്സസ്, അതുപോലെ ഹോം മാനേജ്മെന്റ്, ചൈൽഡ് കെയർ, ഹൈജീൻ, ജനറൽ ഹെൽത്ത്, പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എത്തിക്സ്, ക്ലോത്തിങ് ആൻഡ് ടെക്സ്റ്റൈൽ മാനേജ്മെന്റ്, അതുപോലെ പേഴ്സണൽ ഫിനാൻസസ്, ആ ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏരിയ മുഴുവനായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കമ്പൽസറി അല്ലാത്ത ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഏരിയ ആണ് ഹോം സയൻസ്. ഹോം സയൻസിലെ ക്വസ്റ്റ്യൻസിൽ ഞാനൊരു 2 എക്സാമ്പിൾ വായിക്കാം. ഫ്ലോർ ഡെക്കറേഷൻ മെയ്ഡ് UP ആർ കോൾഡ്, അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ റിമൂവൽ ഓഫ് ചോക്ലേറ്റ് സ്റ്റെയിൻസ്, ആ സ്റ്റെയിൻ റിമൂവലിനെ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പേഴ്സണൽ ഫിനാൻസസ് പറഞ്ഞു, അതിൽ പോവർട്ടി ലൈൻ എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട് 1-2 പേപ്പറിൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ ഒന്ന് നോക്കിയിട്ട് അത് മുഴുവനായിട്ട്
കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പറയുമ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആവും എക്സാം. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്ത് AMUല് മെയിൻ ക്യാമ്പസിൽ തന്നെ ഒരു സീറ്റ് ഉറപ്പിക്കാൻ പറ്റും. NCERT ടെക്സ്റ്റ് നല്ലപോലെ പഠിക്കുക, മനസ്സിലാക്കുക. ബോർഡ് എക്സാം കഴിഞ്ഞ് അതിന് നന്നായി പ്രിപ്പയർ ചെയ്താൽ തന്നെ ബാക്കി ഏപ്രിലാണ് സാധാരണ എൻട്രൻസ് എക്സാം ഉണ്ടാവാറെന്നാണ് കണ്ടത്. അപ്പോൾ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു മാസം കിട്ടും. അപ്പൊ അത് വെച്ച് +1 കൂടി കവർ ചെയ്ത് കഴിഞ്ഞാല് ഷുവർ ആയിട്ടും നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോ എല്ലാവരും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും സെൻട്രൽ യൂണിവേഴ്സിറ്റിയില് മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം. ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. മിസ് കഴിഞ്ഞു. ഓക്കെ ഫിദ വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഫിദ അല്ലേ നേരത്തെ ഫസ്റ്റ് പ്രൈസ് ഹോൾഡർ അല്ലായിരുന്നോ നേരത്തെ നമ്മുടെ? ഓക്കെ നെക്സ്റ്റ് ആള് കൃപയല്ലേ ടീച്ചറെ? കൃപ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നീ കോസ്റ്റ് ആണ് കൃപ. ഹലോ, ഇതൊക്കെയുള്ള സമ്മാനം എത്തിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെയുള്ള സമ്മാനം വൈകാതെ എത്തിച്ചു തരും കേട്ടോ. ഓക്കെ എത്തിയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട് സാറേ. അത് എത്തിയിട്ടുണ്ടല്ലേ? അപ്പൊ വൈകാതെ എത്തിച്ചു കൊടുക്കാം നമുക്ക്. ഹലോ സാർ. പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഇല്ല. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ കൃപ. ഞാൻ GBHSS +2 ബയോളജി സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ പ്രിപ്പയർ ചെയ്തത് AMU BSc Honours 2017 to 2020 വരെയുള്ള ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെയിൻ ആയി 6 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഹോം സയൻസ് ഇവയിൽ ഓരോന്നിൽ നിന്നും 25 വീതം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ആകെ 150 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അനാലിസിസ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയി തോന്നി. ഇതിൽ ഇംഗ്ലീഷിൽ ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആന്റോണിയംസ്, സിനോണിയംസ്, ഫ്രേസൽ വെർബ്സ് ഒക്കെ. പിന്നെ ഗ്രാമർ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആന്റോണിയംസ്, സിനോണിയംസ് ഒക്കെ അതൊക്കെ കുറച്ച് ടഫായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പിന്നെ ഫ്രേസൽ വെർബ്സ് ഒന്നും കുഴപ്പമില്ല. പിന്നെ ഫിസിക്സിൽ നിന്നാണെങ്കിൽ കോൺസെപ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ വരാറുണ്ട്. കോൺസെപ്റ്റ് ലെവല് അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല, പ്രോബ്ലംസ് ആണ് കൂടുതൽ. പ്രോബ്ലംസ് അത്യാവശ്യം ടഫുള്ള പ്രോബ്ലംസ് തന്നെയാണ് വരാറുള്ളത്. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ ഫിസിക്സിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കെമിസ്ട്രി കൂടുതൽ എളുപ്പമുള്ളതായിട്ട് തോന്നി. കാരണം കെമിസ്ട്രിയിൽ സോറി ഹലോ കൃപ മൈക്ക് മ്യൂട്ട് ആയിട്ടുണ്ട്. ഹലോ കൃപ. ഹലോ 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 കൃപ. ഒരു കാര്യം ചെയ്യാം ടീച്ചർ, നമുക്ക് അടുത്ത ആളെ വിളിക്കാം. കൃപയുടെ മൈക്ക് മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ സർ. ഓക്കെ, ആക്ച്വലി നമ്മള് മുഹമ്മദ് ജാസിൽ ക്ലിയർ ആയോ അറിയില്ല അല്ലെ? ഇല്ലെങ്കിൽ നമ്മള് AMUല് BA ഓണേഴ്സ് ഇംഗ്ലീഷിന്റെ സാന്ത്വന OG ജിഷാന ജമാൽ. ഇപ്പൊ ജിഷാന റേസ് ചെയ്തിട്ടുണ്ട്, സാന്ത്വന കണ്ടില്ല. ജിഷാന ഉണ്ട്. റേസ് ചെയ്തു, കണ്ടിരുന്നു. ജിഷാന ജമാലാണോ? അതെ, ജിഷാന ജമാലാണോ? ജിഷാന ജമാൽ. ഓക്കെ പറഞ്ഞോളൂ. റേഞ്ച് പോയതാണ്. കൃപ കണ്ടിന്യൂ. ഓക്കെ എന്ന് പറഞ്ഞോളൂ. കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ബയോളജിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാറുള്ളത്. പിന്നെ മാത്സിലും വലിയ ടഫ് ഇല്ല, എന്നാലും ടഫ് ഒക്കെ ഉണ്ടതാണ്.
മാത്സിൽ ട്രിഗ്നോമെട്രി നമ്മൾ +1 മുതലേ പഠിക്കുന്ന ചാപ്റ്റർ ഒക്കെയാണ് ട്രിഗ്നോമെട്രി. ഇപ്പോഴും നമ്മൾ ട്രിഗ്നോമെട്രിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ട്രിഗ്നോമെട്രിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ ഇയർ കഴിയുമ്പോൾ 3 വർഷം ഞാൻ ഇപ്പൊ നോക്കിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. ആ 3 വർഷം ഈ ചാപ്റ്ററിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നു. പിന്നെ മെട്രിസസ് അതുപോലെയുള്ള ചാപ്റ്ററിനൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നു. പിന്നെ ഉള്ളത് +1 +2 ഓക്കെ. പിന്നെ ഹോം സയൻസ് ആണുള്ളത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ പരിചയമില്ലാത്ത കുറെ വേർഡ്സ് ഒക്കെയാണ്. എന്നാലും നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പോയി എഴുതുവാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഓക്കെ, +1 +2 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി സ്കോർ ചെയ്ത് നല്ല മാർക്കോടെ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടും. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് അനാലിസിസ് ചെയ്തപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, എന്നാൽ ഞാൻ നിർത്തുന്നു. താങ്ക്സ് ടു ഓൾ. ഓക്കെ, താങ്ക് യു കൃപ. നമുക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാർട്ടിസിപ്പന്റിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ജിഷാനാണ് സർ. ജിഷാന റെഡിയല്ലേ? പാർട്ടിസിപ്പൻസ് ശ്രദ്ധിക്കുക, ഇത് ജസ്റ്റ് കേട്ട് പോകരുത്. കാര്യങ്ങള് ഇപ്പോ കൃപയും തൊട്ട് മുമ്പ് പറഞ്ഞൊരു ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് ചില പാട്ടിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ അത്തരം ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം, അത്തരം ഭാഗങ്ങൾ ശ്രദ്ധിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഹലോ, തുടങ്ങിക്കോളും. കേക്കാവോ? കേൾക്കാം ജിഷാന, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് ആൻഡ് ഓൾ. ഞാൻ GHSS PPM-ലെ PPM മീൻസ് പൂക്കോട്ടുംപാടം ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. പേര് ജിഷാന ജമാൽ. ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ BA ഹോൺസ് ഇംഗ്ലീഷിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആസ് യു ഓൾ നോ, 4 പാർട്ടാണ് BA ഹോൺസ് സിലബസിൽ ഉള്ളത്. Part 1 English for 25 mark, Part 2 Indo-Islamic culture and Aligarh movement for 25 mark, Part 3 general awareness and current affairs for 40 marks, and Part 4 reasoning and intelligence 10 mark. ഇങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 0.25 നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഇനി നമുക്ക് Part 1 ഇംഗ്ലീഷ് ഒന്ന് അനലൈസ് ചെയ്യാം. Part 1 ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ട് ഗ്രാമർ തന്നെയാണ്. അത് NCERT പഠിച്ചവർക്കാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഗ്രാമറിന്റെ യൂസേജ്. അതുപോലെ ഇംഗ്ലീഷിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് സിനോണിംസ് ആൻഡ് ആന്റോണിംസ് ആണ്. നമ്മൾ എന്താ പറയാ, നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ല സിനോണിംസ് ആൻഡ് ആന്റോണിംസ് ആയിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ഒരു പാർട്ട് മാത്രമേ എനിക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളൂ, സിനോണിംസ് ആൻഡ് ആന്റോണിംസ്. അതുപോലെ പെയറിംഗ് ഓഫ് വേർഡ്സ്, പ്രിപ്പോസിഷൻ, ടെൻസ്, സെന്റൻസ് സ്ട്രക്ചർ, അങ്ങനെ ഫുൾ ഗ്രാമറാണ് കേട്ടോ വരുന്നത്. ലിറ്ററേച്ചർ പാർട്ടിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചേ ഉള്ളൂ. ഓതേഴ്സ്, അങ്ങനെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഓതേഴ്സ്, അതുപോലെ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ആ ഒരു പാർട്ടാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. 40 മാർക്സിന് വരുന്നുണ്ട്. ആ ഒരു പാർട്ടും ഇംഗ്ലീഷും ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും, എക്സ്പെഷ്യലി ഫോർ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് സ്റ്റുഡൻസ്. കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം. GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, GKയിലും കറണ്ട് അഫയേഴ്സിലും മെയിൻ ആയിട്ട് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ തിയറി, പ്രീ ആൻഡ് പോസ്റ്റ് ഇന്ത്യ, ഹ്യൂമൻ റൈറ്റ്സ്, ആർക്കിയോളജി ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ, ഗെയിംസ് ആൻഡ് സ്പോർട്സ്, അവാർഡ്സ്, പ്രൊമിനന്റ് ബുക്ക് ആൻഡ് ഓതേഴ്സ്, ഫിസിക്കൽ, ജോഗ്രഫി. ഇതിൽ ഗെയിംസ് ആൻഡ് സ്പോർട്സ് എന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡാണ്. അതുപോലെ ഫോർ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് അവാർഡ്സ്, ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ബേസ്ഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ അവാർഡ് വരുന്നത് നോബൽ ആൻഡ് ലിറ്ററേച്ചർ അവാർഡ്സ് ആണ്. ആൻഡ് ഫിസിക്കൽ ജോഗ്രഫി വരുന്നുണ്ട്. ഇനി ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സ്റ്റുഡൻസിനായിരിക്കും BA ഹോൺസ് ഇംഗ്ലീഷ് എളുപ്പം എന്ന് പറയാനുള്ള കാരണം പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ് വരുന്നത് കൊണ്ട് തന്നെയാണ്. പൊളിറ്റിക്കൽ സയൻസ് എനിക്ക് തോന്നുന്നു +1 ആണ് കുറച്ച് ഡിഫിക്കൽട്ട്, +2 ആണ് ഈസി എന്നാണ് എല്ലാവരും പറയുന്നത്. +1 വരുന്നത് മെയിനായിട്ട് +1 തന്നെയാണ് ഈ BA ഹോൺസിൽ വരുന്നത്.
അത് മെയിൻ ആയിട്ട് വരുന്നത് ആർട്ടിക്കിൾസിന്റെ ആ ഒരു സെക്ഷനും അതുപോലെ ഇന്ത്യയിലെ ഓരോ പദവിയിലേക്കും വേണ്ട ഏജ് ലിമിറ്റും ആണ്. ഇതിൽ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഞാൻ കണ്ടിടത്തോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 28 ആൻഡ് ആർട്ടിക്കിൾ 32 ആൻഡ് ഇൻക്ലൂഡിംഗ് ഹെബിയസ് കോർപ്പസ്. ഇനി എക്കണോമിക്സിന്റെ ഒരു പാർട്ടിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്കണോമിക്സ് ഫസ്റ്റ് ഇയറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല. ഫസ്റ്റ് ഇയറിന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഇയറിന് അതിനുവേണ്ടി കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിൽ ഡിമാൻഡ് കർവ്, ഇൻഡിഫറൻസ് കർവ്, ഇക്വിലിബ്രിയം, സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് എന്നീ പാർട്ടിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് എക്കണോമിക്സ് എന്ന് വരുന്ന ചോദ്യം ഫുള്ള് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അത് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിലെ ഡിമാൻഡ് കർവ്, ഇൻഡിഫറൻസ് കർവ്, ഇക്വിലിബ്രിയം ആൻഡ് സെൻട്രൽ ഇക്കണോമിക്സ് പ്രോബ്ലം, അതുപോലെ തേർഡ് ചാപ്റ്ററായ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്നും വളരെ പരിമിതമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അല്ലാതെ എക്കണോമിക്സിന് പുറമെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. ഇനി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതും ഒരു സിമിലർ പാറ്റേണിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഗൾ ഡൈനാസ്റ്റിക് ഹിസ്റ്ററി ആൻഡ് 1 or 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഗുപ്ത ഡൈനാസ്റ്റി. ഈ മുഗൾ ഡൈനാസ്റ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അശോക ആൻഡ് അശോകാസ് വാർ വിത്ത് റാണ സാഗർ ഇതാണ്. ആൻഡ് ഹിസ്റ്ററി പാർട്ടിൽ APJ അബ്ദുൽ കലാം ആൻഡ് ഹിസ് അച്ചീവ്മെന്റ്സ് ചോദിക്കുന്നുണ്ട്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് 1 or 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് സർ സെയ്ദ് അഹമ്മദ് ഖാനെ കുറിച്ച് എല്ലാ പേപ്പറിലും എന്തായാലും ഷുവർ ആയിട്ട് ഉണ്ടാകും, അതിലൊരു ഡൗട്ടില്ല. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സർ സെയ്ദ് അഹമ്മദ് ഖാനെ കുറിച്ച് തീർച്ചയായും ഉണ്ടാവും. അതുപോലെ റീസണിങ് ആൻഡ് ഇന്റലിജൻസ് ഫോർ 10 മാർക്ക്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റീസണിങ് ആൻഡ് ഇന്റലിജൻസ്. റീസണിങ് അനലോജി, ലെറ്റർ സീരീസ്, നമ്പർ സീരീസ്, അതുപോലെ സൈലോജിസം, ടേംസ് ആൻഡ് പ്രിപ്പോസിഷൻസ്. ലെറ്റർ സീരീസ് ആൻഡ് നമ്പർ സീരീസ് വളരെ ഈസിയാണ്. മെയിൻലി മാത്സ് ആണ് അതിൽ വരുന്നത്. മാത്സ് എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം കരുതി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ മാത്സ് ഇസ് വെരി സിമ്പിൾ. ഏറ്റവും ഈസി ആയി തോന്നുന്നത് ഇതിൽ മാത്സ് തന്നെയാണ്. 1 or 2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതും റീസൺ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇൻഡോ ഇസ്ലാമിക് കൾച്ചർ ആൻഡ് മൂവ്മെന്റ്. ഇൻഡോ കൾച്ചറിൽ നെയിം ടെനറ്റ്സ് ഓഫ് ഇസ്ലാം, എസ്പെഷ്യലി പ്രോഫറ്റ് മുഹമ്മദ്, അതുപോലെ സൂഫിസം ആൻഡ് ഭക്തി മൂവ്മെന്റ് വരുന്നുണ്ട്. അങ്ങനത്തെ റിലീജിയസ് കോഎക്സിസ്റ്റൻസ് വരുന്ന ഒരു സെക്ഷനാണ് ഇൻഡോ ഇസ്ലാമിക് കൾച്ചർ ആൻഡ് അലിഗഡ് മൂവ്മെന്റ്. അലിഗഡ് മൂവ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ അലിഗഡ് മൂവ്മെന്റിൽ സർ സെയ്ദ് നടത്തിയ മൂവ്മെന്റ്സ്, അങ്ങനെ പിന്നീട് ആദ്യം മുഹമ്മദൻ ഓപ്പൺ കോളേജ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നെ ഓക്സ്ഫോർഡ് ക്യാമ്പസിന്റെയും രൂപത്തിൽ ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ മാറ്റിയ ആ ഒരു മൂവ്മെന്റ് ആണ് അലിഗഡ് മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് എന്തായാലും വരും, ഷുവർ ആണ്. അതുപോലെ അക്ബർ ചക്രവർത്തിയുടെ മേജർ മിഡീവൽ മോണമെന്റ്സ്, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ കുറെ ഓതേഴ്സ് ആൻഷ്യൻ ഇന്ത്യയിലെയും പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെയും വൈസ്രോയ്സ്, അതുപോലെ അതിലെ ആൻഷ്യൻ പോയറ്റ്സ്, ആൻഷ്യൻ ലിറ്ററേറ്റ്സ്, ഈ ഒരു പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കൺഫ്യൂസ് ആയിരിക്കും, കാരണം കുറെ ഇസ്ലാമിക് വേർഡ്സ് ആണ്. നമ്മൾ എത്ര ഇസ്ലാമിക് പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും അത് ഓപ്ഷൻസ് വരുമ്പോൾ അത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ 2013 തൊട്ട് 2019 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അനലൈസ് ചെയ്തത്. ഇതിൽ 2013 and 14 വാസ് വെരി സിമ്പിൾ. പിന്നീട് കുറച്ച് ടഫായിട്ട് വരിക തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതും അങ്ങോട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ എന്തായാലും കിട്ടും എന്ന് നമുക്ക് വിചാരിക്കാം, പ്രാർത്ഥിക്കാം. കോമൺ ക്വസ്റ്റ്യൻസ് ആയിട്ട് എല്ലാ ഈ 2013 തൊട്ട് 2019 വരെ ഉള്ള പേപ്പേഴ്സിൽ വന്ന എല്ലാത്തിലും വന്ന കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആണ് ഒന്ന്, ഏത് വർഷമാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി ആയി എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ളത്. 1920. ആ ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രോബബ്ലി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ, അവരുടെ ഡെത്ത് ആൻഡ് ബർത്ത്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അവരുടെ ഓട്ടോബയോഗ്രഫിയും. ഇനി ഈ എല്ലാ ചോദ്യങ്ങളും NCERT 9th and 10th ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് CBSE പഠിച്ചവർക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. ആൻഡ് ഇനി ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് വേറെ എല്ലാ വിഷയങ്ങളും ഒരു +1 +2 അതർവൈസ് 10th 9th ആ ഒരു ലെവലിലുള്ളതാണെന്നുണ്ടെങ്കിൽ
ഇംഗ്ലീഷ് കുറച്ചുകൂടി നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം. കാരണം നമ്മൾ ഇതുവരെ കേൾക്കാത്ത വൊക്കാബുലറി ഒക്കെ വന്നിട്ടുണ്ട് ഇംഗ്ലീഷിൽ. പ്രത്യേകിച്ച് BA ഹോൺസ് ഇംഗ്ലീഷ് ഒക്കെ എടുക്കുന്നവർക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടി നന്നാക്കിയാൽ എന്തായാലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്, അതുകൊണ്ട് എനിക്കും ഇപ്പോൾ ഇങ്ങനെ ഇത് വായിച്ചു നോക്കിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി സയൻസ് പാർട്ടിൽ നിന്ന് മാക്സിമം 1 or 2 ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. അത് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും എസ്പെഷ്യലി ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇതിന്റെ മൂന്നിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും റീസണിങ് ആൻഡ് ഇന്റലിജൻസ് എന്നതിലെ എല്ലാ പേപ്പറിലും ഏതാണ്ട് സിമിലർ പാറ്റേൺസ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ചെറിയ ഡിഫറൻസ് കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ശരിക്കും അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് തന്നെയാണ്. ഈ GK മാത്രമേ ഉള്ളൂ കറണ്ട് അഫയേഴ്സിലും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നോബൽ പ്രൈസ് അതൊന്നും ഇപ്പൊ മാറില്ലല്ലോ, ഫസ്റ്റ് നോബൽ പ്രൈസ് ഫോർ ഏതെങ്കിലും ഒരു ഇതിന്. അതുപോലെ ആൻഷ്യൻറ്റ് ആൻഡ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇതൊക്കെ സെയിം ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഹിസ്റ്ററി ബേസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് ഇസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നാണല്ലോ. അപ്പൊ നമുക്ക് നല്ലൊരു തുടക്കം തന്നെയാണ് ജെസ്സി ടീച്ചറും അമിത് സാറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ആദ്യം തന്നെ നല്ലൊരു നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു സംഭവം തന്നെ മനസ്സിലില്ലായിരുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നൊന്നും. പിന്നീട് പ്രഭാതത്തിൽ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ്, സാറിന് മെസ്സേജ് അയച്ച് അങ്ങനെ വേണോ വേണ്ടേ എന്നുള്ളൊരു ഇതിൽ കൂടിയത് തന്നെയാണ് സത്യം പറയുന്നത്. പിന്നെ ഇതിൽ കൂടി കഴിഞ്ഞപ്പോൾ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എല്ലാവരും കുറേ മുടക്കി ഉത്തർപ്രദേശിൽ ഒന്നും പോയി പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളറിയാം എവിടെ ആയാലും സേഫ് തന്നെയാണ്. സേഫ് അല്ലാന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അതൊന്നും വിചാരിക്കേണ്ട. So wishing all the best for my friends. Thank you. Okay, thank you, Jishana. Next, ടീച്ചറെ. സർ നെക്സ്റ്റ് BCom ഓണേഴ്സ് ആണ്. ആക്ച്വലി 4 പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ നിഹിമ KV മാത്രമേ ഉള്ളൂ. ഇപ്പം സർ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് തോന്നുന്നു. നിഹിമ ഹലോ ഹലോ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. എന്റെ പേര് നിഹ്മ. ഞാൻ OHSS തിരങ്ങാടി +2 കൊമേഴ്സ് വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ BCom ഹോണേഴ്സിന്റെ അനാലിസിസ് ആണ് ചെയ്തത്. അതിൽ 2017, 18, 19 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഞാൻ അനാലിസിസ് ചെയ്തത്. എനിക്ക് ഇത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിൽ സിലബസ് ആയി കൊടുക്കുന്നത് ഇംഗ്ലീഷിനാണ്. കാരണം ഇംഗ്ലീഷിന് 25 മാർക്സ് ആണ് അതിൽ വരുന്നത്. ഗ്രാമർ തന്നെയാണ്, സിനോണിംസ്, ആന്റോണിംസ്, പ്രിപ്പോസിഷന്, വൊക്കാബുലറി അങ്ങനെയുള്ള ഗ്രാമർ പാർട്സ് ആണ് വരുന്നത്. 25 മാർക്സ് ആണ് അതിലുള്ളത്. പിന്നെ ഉള്ളത് അക്കൗണ്ടൻസി ആണ്, 20 മാർക്കാണ്. അതിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്, പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, ഇത് രണ്ടും നമ്മൾ +2 പഠിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് കമ്പനി അക്കൗണ്ട്സ് ആണ്. ഇത് ഞങ്ങള് ഇപ്പൊ പഠിക്കണില്ല എന്നാണ് ഞങ്ങളെ മിസ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഷെയർ ആൻഡ് ഡിബെഞ്ചർ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഞാൻ 3 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കിയത്. അതിൽ ഈ ഷെയർ ആൻഡ് ഡിബെഞ്ചർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ റേഷ്യോ അനാലിസിസ് അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1 or 2 ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ 3ാമത്തെ സിലബസ് ആയിട്ട് ബിസിനസ് സ്റ്റഡീസ് ആണ്, 15 മാർക്കിനാണ്. അത് മാനേജ്മെന്റ് ആണ് അതിൽ ഫോക്കസ് അധികം ചെയ്യുന്നത്. അതിലെ നാച്ചുറ്, ഫങ്ഷന്, പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. പിന്നെ അതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷന്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗം ഞങ്ങള് ഇപ്പൊ പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് എക്കണോമിക്സ് ആണ്, 10 മാർക്കാണ്. അത് നമ്മളെ +2 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. ബുക്ക് ഫുള്ളും ഉണ്ട്. അതായത് കൺസ്യൂമർ ഇക്വിലിബ്രിയം മുതൽ മണി ആൻഡ് ബാങ്കിങ്, ഗവൺമെന്റ് ബഡ്ജറ്റ്, നാഷണൽ ഇൻകം, ഫോംസ് ഓഫ് മാർക്കറ്റ്സ് ആൻഡ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഈ ഭാഗങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പിന്നെ വരുന്നത്. അതും 10 മാർക്കിനാണ്. അതായത് നമ്മൾ +1 എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക് ആണ്. അത്
ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ മുതൽ ഇൻഡെക്സ് നമ്പേഴ്സ് വരെ +1 സ്റ്റാറ്റിസ്റ്റിക് ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അതായത് സയൻസ് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഫുള്ളും വരുന്നുണ്ട്. അതിൽ ഓരോ ഭാഗത്തിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി ആണ്. അതായത് അനലൈറ്റിക്കല്, വെർബല്, ലോജിക്കല്, ഡാറ്റ ഇന്റർപ്രിട്ടേഷന്, അതുപോലെ സ്പീഡും ടൈമും കാൽക്കുലേഷൻ, അതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് ജസ്റ്റ് ഒരു നമ്പറൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ജനറൽ അവയർനെസ് ആണ്. അതും 10 മാർക്കിനാണ്. അതായത് സ്പോർട്സ്, പിന്നെ അതുപോലെ അവാർഡ്സ്, ഈ നോബൽ പ്രൈസിന് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ തന്നെ സ്റ്റേറ്റ്സിന് ഏതൊക്കെ സ്റ്റേറ്റ് ആണ്, അങ്ങനെ അതിന്റെ ബേസിലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു വൈഡ് ആയിട്ടാണ് ജനറൽ നോളജ് ഇതിൽ വരുന്നത്. ഇതാണ് ഞാൻ അനാലിസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 2 ഹവേഴ്സിലാണ് എക്സാം. ഇതില് നമ്മൾ പഠിക്കാത്ത ഭാഗം എന്ന് പറയുന്നത് അക്കൗണ്ടൻസിലെ ഈ കമ്പനി അക്കൗണ്ട്സ് പറഞ്ഞ ഭാഗമുണ്ട്. അതുപോലെ റേഷ്യോ അനാലിസിസ്, ഇത് നമ്മൾ പഠിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ബിസിനസ് സ്റ്റഡീസിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇതൊക്കെയാണ് ക്ലാസ്സിലായത്. സോ താങ്ക് യു. ഹലോ. ഹലോ. താങ്ക് യു നേമ. അതിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും 45 മാർക്കിനാണ് സബ്ജക്റ്റ് എന്ന് വരുന്നത്. ബാക്കി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇംഗ്ലീഷ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ആ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് പ്രത്യേകം നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഹോണേഴ്സിലേക്ക്, BA ഹോണേഴ്സിലേക്ക് പോകണം. ടീച്ചറെ ഫിദ പി, ഫൈസ സഫീർ രണ്ടുപേരാണ്. ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആക്കുന്നുണ്ട്. ഓക്കെ, ഫിദ പ്രസന്റ് ചെയ്തോളൂ. ഹലോ ഫിദ. ഹലോ ഫിദ. ഫിദ പി അല്ലെങ്കിൽ ഫൈസ. ഫിദ. ഹലോ. സർ ഫിദ റൈസ് ചെയ്തിട്ടുണ്ട്. ഫിദ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. Hello. As you can see, my presentation is based on an analysis on previous year question papers of BA Honors Arts for Aligarh Muslim University. From an exam point of view, it is important to understand how the marks are distributed in this competitive exam for gaining entrance into Aligarh Muslim University. Exam criterion is mainly of objective type, and the total paper is valued at 100 marks. Kindly note that there is a word of caution that there is negative marking for each wrong answer, where you will be reduced of 1/4 mark for each wrong answer. Now I will show you the allocation of marks. The question paper contains questions from the following topics: English for 25 marks, General Knowledge and Current Awareness for 40 marks, Reasoning and Intelligence for 10 marks, Indo-Islamic Culture and Aligarh Movement for 25 marks. As you can see, maximum weightage is given to General Awareness and Current Affairs, followed by Proficiency in English and Indo-Islamic Culture and Aligarh Movement. So I hope you give due importance in the same order while preparing for the exam. The question paper gives the now I will explain to you in detail what is covered under each topic. The question paper tests your knowledge in English language with grammar, where you have to focus on your tenses, nouns, verbs, adjectives, adverbs, punctuations, etc. There will also be questions from vocabulary, where you have to learn word meanings, synonyms, antonyms, and spelling. Questions will also be asked from literature, where you have to learn some names of famous authors and their classical books. Moving on to general knowledge and current awareness,
We all know that GK and current affairs would cover many areas. To list out, you may please focus on the following: Indian history, pre and post independence, Indian politics, Indian constitution, Indian and world geography, games and sports, abbreviations and acronyms, prominent books and authors, prominent movements, basic GK questions based on NCERT curriculum of classes 9th, 10th, and current affairs. We can say that to improve your current affair knowledge, you should read newspapers and yearbooks. Moving on to reasoning and intelligence, you will have verbal reasoning, verbal analogy, logical reasoning, letter series, number series, terms, and prepositions. For verbal reasoning, you will be provided with a short passage followed by a few statements. There will be questions asked and you have to answer accordingly. Coming to verbal analogy, the questions may consist of words which have a relationship with each other. All you have to do is select the pair of words from the options which have the same relation. Moving on to logical reasoning, here you have to use your logic and systematic steps to get your answer. Letter series and number series. You will be given a series of numbers or letters and you have to complete the series based on your understanding. Then terms and prepositions. It is simply fill in the blanks where you have to choose the appropriate options. Indo-Islamic culture and Aligarh movements. Here you have to focus on the following points: prominent Muslim rulers in India, Indian Islamic movement, Islamic religion and culture in India, Quran and Hadith, life of the Prophet Muhammad, peace be upon him, famous Muslim thinkers and philosophers, famous Islamic monuments, and history of Aligarh University. Regarding the history of Aligarh University, the most repeatedly asked questions is the establishment of the university and the questions regarding Syed Ahmed Khan, his date of birth and death, and his autobiography. So please note that they will. You should also learn the major Mughal emperors in India. That's all. Thank you. That's all, ma'am. Okay. Thank you, Faisa. PPT ഒക്കെ വെച്ച് നന്നായിട്ട് ചെയ്തു. ക്വസ്റ്റ്യൻസുകൾ പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പകുതിയിലധികം അല്ലെങ്കിൽ സബ്ജക്റ്റിനേക്കാളേറെ കൂടുതൽ വരുന്നത് ജനറൽ കാര്യങ്ങളാണ്. വളരെ കുറച്ച് മാത്രമേ സബ്ജക്ട് ക്വസ്റ്റ്യൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഫിദ റെഡി അല്ലേ? ഹലോ സർ. ഫിദ ഓക്കെ, തുടങ്ങി. സർ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്, അതാ കട്ടായി പോകുന്നത്. ഓക്കെ. എന്റെ പേര് ഫിദ. ഞാൻ SVHS പാലയമാടില് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. സോ ഇവിടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് BA ഹോണേഴ്സ് ആർട്സ് ഡിഗ്രീനെ കുറിച്ചാണ്, AMU യൂണിവേഴ്സിറ്റിയിലെ. സോ എക്സാം ക്രൈറ്റീരിയ എല്ലാവർക്കും അറിയാം. ടോട്ടൽ മാർക്സ് 100, അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.25 ആണ് റെഡ്യൂസ് ചെയ്യുന്ന ഈ സ്ട്രോങ് ആൻസറിന്. സിലബസ് ഇപ്പോ ഫൈസ് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് മാർക്സിനാണ് വരുന്നത്. അതുപോലെ ജനറൽ നോളജ് ആൻഡ് കറന്റ് അവയർനെസ് 40 മാർക്സ് ആണ് വരുന്നത്. പിന്നെ റീസണിങ് ആൻഡ് ഇന്റലിജൻസ് 10 മാർക്സ്. പിന്നെ ഇൻഡോ ഇസ്ലാമിക് കൾച്ചർ ആൻഡ് അലിഗഡ് മൂവ്മെന്റ്. ഇപ്പോൾ ഞാൻ അനലൈസിസ് ചെയ്തത് 2019-20 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ അതിൽ നിങ്ങൾക്ക് മനസ്സിലായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മറ്റ് 3 പാർട്സിനെക്കാട്ടിലും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയത്. മറ്റു 3 ഭാഗവും എനിക്ക് ഹ്യൂമാനിറ്റീസ്. പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൽ 2019-2020 ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ഒരു സെക്കൻഡ് ഓർ തേർഡ് ക്വസ്റ്റ്യൻ, 1 മിനിറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ is lethargy was the reason for his incomplete projects. Replace the underlined word. So ആ വേർഡിന്റെ മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ A inactivity, ഓപ്ഷൻ B laziness, ഓപ്ഷൻ C illness, displeasure.
ആ 4 ആയിട്ട് വരുന്നത്. ബട്ട് നമുക്ക് ഇനാക്റ്റീവ് കാണാം. ബട്ട് ഇതിന്റെ ആൻസർ കീയിൽ അവര് തന്നത് ഇൽനെസ് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ളത് ഇംഗ്ലീഷ് പാർട്ടിലാണ് തോന്നിയിട്ടുള്ളത്. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ വരുന്നത് പിന്നെ കൺജക്ഷൻ അതുപോലെ ഇംഗ്ലീഷാണ് മെയിൻ ആയിട്ട് നോക്കണം എന്ന് ഞാൻ പറയുമ്പോൾ ജനറൽ നോളജ് കറണ്ട് അവയർനെസ്സും കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത്. അതില് ഇന്റർനാഷണൽ അതുപോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആനിമൽസ്, സ്റ്റേറ്റ്, നമ്മുടെ ജിയോഗ്രഫി, പല സ്റ്റേറ്റ്സിന്റെ ഡിഫറൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ജനറൽ സയൻസ് അതില് ഹിസ്റ്ററി പല ടൈപ്പ് ഹിസ്റ്ററി എന്ന് അവര് സിലബസിൽ പറയുന്നു. പക്ഷെ അതിങ്ങനെ ഡിഫിക്കൽട്ട് ആയി തോന്നുന്നില്ല. അപ്പൊ +1 +2 ഹ്യൂമാനിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഈസി ആയി തോന്നുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജോഗ്രഫി ഉണ്ട്. സയൻസ് അധികം അങ്ങനെ വരുന്നില്ല എന്നാ തോന്നുന്നത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ സയൻസിനായിട്ട് അധികം വന്നിട്ടില്ല. പിന്നെ റീസണിങ് ആൻഡ് ഇന്റലിജൻസിൽ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടാ തോന്നിയത്. വെർബൽ റീസണിങ്ങും ലെറ്റർ സീരീസ്, നമ്പർ സീരീസ് അങ്ങനെ നോക്കുമ്പോ അത് ഈസി ആയിട്ടാ തോന്നുന്നത്. ഹലോ, ഓക്കെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. റീസണിങ് ഈസി ആയിട്ട് തന്നെ തോന്നുന്ന പാറ്റേണിങ്ങും. അതില് റീസണിങ് ആൻഡ് ഇന്റലിജൻസിന് 10 മാർക്കേ വരുന്നുള്ളൂ. അപ്പോ അധികം ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇൻഡോ ഇസ്ലാമിക് കൾച്ചർ ആണ് അവര് എല്ലാ BA ഹോണേഴ്സിനും ചോദിക്കുന്നുണ്ട്. അവര് ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത കുറച്ച് സിലബസ് തന്നെയാണ്. അത് കംപ്ലീറ്റ് നമ്മള് കവറപ്പ് ചെയ്താൽ തന്നെ കിട്ടാവുന്നേ ഉള്ളൂ. 25 മാർക്സ് ആണ് വരുന്നത്. അത് നമ്മുടെ ഗ്രൂപ്പിലും സാറ് PDF ഇട്ടിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആക്കുമ്പോ തന്നെ എല്ലാ ആൻസേഴ്സ് ആണ് ടഫ് വെച്ച് നോക്കുമ്പോ കൺഫ്യൂസിംഗ് ആണ്. ടഫ് അല്ല, കൺഫ്യൂസിംഗ്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ജിഷാന പറഞ്ഞ പോലത്തെ ഫസ്റ്റ് കിട്ടി, അങ്ങനെ ലാസ്റ്റ് അങ്ങനെ നമ്പർ കിട്ടിയതൊക്കെ ഉള്ളത് ഒരിക്കലും മാറുന്നില്ല. നോബൽ പ്രൈസ്, അതുപോലെ പിന്നെ ഓതേഴ്സിനെ ചോദിക്കുന്നുണ്ട്, ബുക്സ്, ഓതേഴ്സ്, അങ്ങനെ സോ ഹലോ, ഓക്കെ. ഫിദ കംപ്ലീറ്റ് ആയില്ലേ? ഹലോ, ഓക്കെ, താങ്ക് യു ഫിദ, താങ്ക് യു. ടീച്ചറെ, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ അതില്? ഇല്ലല്ലോ, നമ്മുടെ നേരത്തെ പറഞ്ഞു. സാറേ ഇല്ല. ആക്ച്വലി നമ്മുടെ മുന സൽദാന ആക്ച്വലി സെക്കൻഡ് സ്പീക്കർ ആയിരുന്നു. പക്ഷെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാല് രണ്ടിന്റെയും കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവര് വിട്ടുപോയിട്ടുണ്ട്. കൺക്ലൂഡിംഗ് സ്പീക്കർ ആയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ആണ്. മുന സൽദാന ഓൾറെഡി സർ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഹലോ, ഓഡിബിൾ ആണോ? യെസ്, ഓഡിബിൾ ആണ്. മൈസെൽഫ് മുന സൽദാന. ഞാൻ PPDM YSS ചെറൂരിലെ +2 ബയോസയൻസ് സ്റ്റുഡൻ്റ് ആണ്. സോ ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് HCUലെ MSc പേപ്പറും അതുപോലെ AMUലെ BSc ഹോൺസിന്റെ പേപ്പറും കമ്പാരിസൺ ആണ്. ഓൾറെഡി ചെയ്ത സംഭവത്തിന് ഞാനൊന്ന് സമ്മപ്പ് ചെയ്യുന്നേ ഉള്ളൂ. സോ പൊതുവെ
HCUലെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടി ഹാർഡായിട്ട് പറയപ്പെടുന്നുണ്ട്. ഐ തിങ്ക് അത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സസും അതുപോലെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ടായിരിക്കണം HCUലെ പേപ്പർ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളത്. അതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേൺ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈവൻ ദോ കോഴ്സിൻ്റെ നമ്മൾ സിലബസ് വരുന്ന ഒന്നാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. HCUല് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ ആയിട്ട് എഴുതി റീസണിങ് പോലെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ക NCERT ബേസിസ് വെച്ചിട്ട് നമുക്ക് പഠിച്ച് എഴുതാവുന്ന എക്സാമാണ് HCUലെ എൻട്രൻസ്. HCUലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ വരുന്നില്ല. ബട്ട് AMUല് പേപ്പർ വരുമ്പോൾ ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ് പഠിച്ച കുട്ടികൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഓപ്ഷൻസ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആകും, കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ കുറച്ചും കൂടി വൈഡ് റേഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് പേപ്പറിലും വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് രണ്ടിലും വരുന്നത്. ബട്ട് ഫിസിക്സും മാത്സും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും മാത്സ് കുറച്ചും കൂടി ഹാർഡാണെന്ന് രണ്ടുപേരും പറഞ്ഞു. മേ ബി അത് പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് പ്രോബബ്ലി ഏതൊരു എൻട്രൻസ് എക്സാമിന് വരുമ്പോഴും ഫിസിക്സും മാത്സും പ്രോബബ്ലി നല്ല ഹാർഡായിട്ട് വരുന്നുണ്ട്. പ്ലസ് അത് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്ത് ശീലമുള്ളവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോറോവർ നല്ലൊരു ബേസ് വേണ്ടി വരും എല്ലാവർക്കും. ഒരു നീറ്റും JEE ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ബട്ട് ബോർഡിനേക്കാൾ കുറച്ചും കൂടി നല്ലൊരു ലെവൽ, അതിനേക്കാൾ കുറച്ചും കൂടി ലെവലിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ബട്ട് ബയോളജി, കെമിസ്ട്രി വരുമ്പോൾ തിയറിക്കൽ പാർട്ടും അതുപോലെ കെമിസ്ട്രിയിൽ കുറച്ച് പ്രോബ്ലം പാർട്ടും ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് പൊതുവേ തിയറി അറിയുന്ന കുറച്ച് ബേസ് ഉള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ AMUല് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ വൊക്കാബുലറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. വൊക്കാബുലറിക്ക് നല്ലൊരു ബേസ് ഇല്ലാത്തൊരു കുട്ടിക്ക് ഒരിക്കലും AMUല് ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇംഗ്ലീഷ് സിമ്പിൾ ആണ്, ബേസിക് ആയിട്ടുള്ളതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രിപ്പോസിഷൻസ് തന്നെയാണെന്നുണ്ടെങ്കിലും പൊതുവേ എൻ്റെ ഒരു കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മളത് വെച്ച് നോക്കിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യും. ബട്ട് മോസ്റ്റ്ലി അതിന് ഇംഗ്ലീഷിൽ പല റൂൾസ് ഉണ്ട്. ചില ബേസിക് കാര്യങ്ങളായാലും പല റൂൾസ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സോ അങ്ങനത്തെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഫ്രേസൽ വേർബ്സ്, റിപ്പോർട്ടഡ് സ്പീച്ചസ്, പാസീവ് ആക്റ്റീവ് വോയിസസ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ടോട്ടലി സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ HCU is more harder than AMU question paper. That's it. Sir? No? Sir? Okay, thank you, Mona, sir. Hello? Okay. Thank you, Mona. Thank you. Teacher. Sir. Sir, കഴിഞ്ഞു ട്ടോ. നമ്മളെ ലിസ്റ്റ് Ibrahim sir. ഓക്കെ. ഇനി ആരെങ്കിലും ടീച്ചർ ഒന്ന് കൺക്ലൂഡ് ചെയ്താണ്. ഇബ്രാഹിം സാർ അല്ലേ സാറേ? ഇബ്രാഹിം സാർ, ഹലോ ഇബ്രാഹിം സാർ, ഇനി ആരും ടീച്ചർ ആരും വിട്ടുപോയതില്ലല്ലോ? ഉള്ളവരൊക്കെ സംസാരിച്ചു. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് പറഞ്ഞവരെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ ടീച്ചറെ. ഇബ്രാഹിം സാർ ലൈനിലുണ്ട്, പക്ഷെ മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മള് വളരെ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. ഞങ്ങൾ ഇത്രത്തോളം സ്പീക്കേഴ്സ് ഉണ്ടാവും ഞങ്ങൾ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല. ടൈം മാനേജ്മെന്റ് ഇത്രയും കുട്ടികൾ വന്ന സമയത്ത് എങ്ങനെയാണ് ടൈം അലോട്ട് ചെയ്യാം? ഒരു കോള് വന്ന് കട്ടായി പോയതാ അതിന്റെ ഇടക്ക്. ടീച്ചർ ഒന്ന് പറയുന്നുണ്ട്, സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം സാറേ. ജെസി ടീച്ചർ എന്റെ ഓരോ ഞാൻ നന്ദി പറഞ്ഞ പോരെ? മതി സർ. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. ഹലോ സർ. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം ടീച്ചറെ, കേൾക്കാം. ഓക്കെ. അപ്പൊ വളരെ ഞങ്ങൾക്ക് ഓരോ ആളുടെയും കഴിഞ്ഞിട്ട് പേരെടുത്ത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഓരോ ആളും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ ഈ ഒരു എഫേർട്സ് തീർച്ചയായിട്ടും അതിന്റെ ഫലം കണ്ടെത്തും, അത് ഷുവർ ആണ്. ഇത്രത്തോളം മീറ്റിംഗിന് ആദ്യം തൊട്ട് അവസാനം വരെയും കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു.
കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടാവാം, നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കാം. എന്താണെങ്കിലും നല്ല ഏറ്റെടുത്തവരൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്, കീപ് ഇറ്റ് അപ്പ്. ഇനിയും നമ്മൾ യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടാനുണ്ട്, ഇനിയും കമ്പാരിസൺസ് ഉണ്ടാവണം, ഇനിയും അനാലിസിസ് ഉണ്ടാവണം. ഇത് ജസ്റ്റ് ഒരു വേ നമ്മൾ കാണിച്ചു തന്ന ഒരു സ്ട്രാറ്റജി. എങ്ങനെയാണ് ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തുക, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതിന് ജസ്റ്റ് ഞങ്ങളൊരു ഒരു വേ ഒന്ന് കാണിച്ചു തന്നു, ഒരു സ്ട്രാറ്റജി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി എന്തൊക്കെയാണ് അവിടെയുള്ള കോഴ്സസ്, എന്തൊക്കെയാണ് പോസിബിലിറ്റി, എലിജിബിലിറ്റി, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഇതൊക്കെയാണ്. ഇപ്പം നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിസർച്ച് നടത്തി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റുലേഷൻസ്. പ്രത്യേകിച്ച് നമ്മൾ ക്രൈറ്റീരിയ ഒന്നും വെച്ചിട്ടില്ല. ആദ്യത്തെ എൻട്രീസ് മാക്സിമം സബ്ജക്ട്സ് കവർ ചെയ്യുന്നതും മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്തിട്ടുള്ള കുട്ടികളാണ് നമ്മൾ ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തത്. എല്ലാവർക്കും ചാൻസ് തരാൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. സോ കീപ് ഓൺ ട്രൈങ്. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു ഓൾ. ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു പരിപാടി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ കൂടെയുള്ള ഈ മക്കള് ഇവര് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കല്ല, ഒരുപക്ഷെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ സാധ്യതയും കഴിവുള്ള മക്കളാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഒരുപക്ഷെ ടീച്ചേഴ്സ് ആയിരുന്നു ഇത് അനലൈസ് ചെയ്യുമെങ്കിൽ ഇത്രമാത്രം ഫുട്ഫാകുമായിരുന്നില്ല. വളരെ ഭംഗിയായി ഓരോ കുട്ടിയും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ മനോഹരാക്കാവോ അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സന്തോഷവും. ആദ്യം അവതരിപ്പിച്ചത് റിൻഷ ഷെറീൻ, വളരെ മനോഹരമായ റിൻഷ. പിന്നെ സോഷ്യൽ സയൻസ് പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പറഞ്ഞു കഴിഞ്ഞു. കൃഷ്ണകുമാർ, അതേപോലെ അപർണ, ദെൻ ജാസിൽ അല്പം ബ്രേക്കായി തോന്നുന്നു. പിന്നെ AMU പിന്നെ അവതരിപ്പിച്ച ഫിദ, ക്രിബ, ജിഷാന ജമാൽ, അതേപോലെ നെഹുമ, ദെൻ ഫൈസ, ദെൻ ഫിദ, ദെൻ അവസാനം മുന സുൽത്താന. വളരെ ഏറ്റവും എങ്ങനെയാണോ അവസാനിപ്പിക്കേണ്ടതിന് മുഴുവൻ കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് അതിമനോഹരമായി മുന അത് പിന്നെ കൺക്ലൂഡ് ചെയ്തു. ഓരോരുത്തരും ഏറ്റവും നന്നായി പറഞ്ഞു. ഫൈസ പ്രസന്റേഷൻ ഉൾപ്പെടെ പറഞ്ഞു. ഫൈസ എന്റെ സ്കൂളിലെ കുട്ടിയാന്നുള്ള ചെറിയൊരു സന്തോഷം കൂടി എനിക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പെടുത്തുകയാണ്. പിന്നെ അപ്പൊ ഏതായാലും പിന്നെ നന്നായി എല്ലാ കുട്ടികളും വളരെ ഭംഗിയായി ചെയ്തു. ഇതിലേറെ ഈ കാര്യത്തിന് 2 ദിവസമായിട്ട് പിന്നാലെ ജെസി ടീച്ചറാണ്. ജെസി ടീച്ചർ 2 ദിവസമായിട്ട് ഇതിന്റെ പിന്നാലെ നിങ്ങളെ കൂടെ നടന്ന് ഹമീദ് സാറോട് നിങ്ങളെ തൊട്ട് മുമ്പ് ഒരു മോഡൽ പ്രസന്റേഷൻ ഒക്കെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്ര മനോഹരമായിട്ട് ഈ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്ത് ഒരു മാലില് പിന്നെ എന്താ പറയുക മുത്തുകളെ പോലെ നിങ്ങളെ കോർത്തിണക്കി മനോഹരമായി ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സന്തോഷം, അതിലേറെ അഭിമാനമുണ്ട് ഇത്ര നന്നായി പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ. നിങ്ങളൊക്കെ പാർട്ടിസിപ്പേഷൻ ആണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ കുട്ടിയുടെ പാർട്ടിസിപ്പേഷൻ ചില സമയങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നൊരു ആശങ്ക മാത്രമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ ഇടക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം, പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു സംരംഭം ജില്ലയുടെ കരിയർ ഗൈഡൻസിന്റെ ഒരു പൊൻതൂവലായി മാറുന്ന ഏറ്റവും മനോഹരമായ ഒരു പരിപാടിയായി നമുക്കിത് മാറണം. അതിലേറെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകും. ഞാൻ ഒറ്റ കാര്യം പറയാണ്, ഇത് എന്നെ ഏറ്റവും സന്തോഷിച്ച ഒരു കാര്യം. പിന്നെ ജിഷാന ജമാൽ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ടായിരുന്നു. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആലോചിച്ചു പോലും ഉണ്ടായിരുന്നില്ല. സാറിന്റെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ജോയിൻ ചെയ്തതാണ്. പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ തോന്നി. ഇപ്പോ എന്ത് തോന്നുന്നു, അനലൈസ് ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു, ഇത് കിട്ടും, AMUയുടെ കിട്ടാൻ സാധ്യതകളാണെന്ന് എനിക്കിപ്പോ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു വാക്ക് നമ്മളെ വല്ലാതെ സ്വാധീനിച്ചു. എന്താണോ നമ്മൾ ലക്ഷ്യം വെച്ചത് അത് ഇപ്പോഴേ നേടിത്തുടങ്ങി എന്നതിന്റെ ലക്ഷണം ആ സംസാരം നമുക്ക് മനസ്സിലായി. ഏതായാലും ഇതിൽ അധ്വാനിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെയും അതിലേറെ ഇതിന് പരിപൂർണമായും സമയം ചെലവഴിച്ച അമീത് സാറേയും ജെസി ടീച്ചറെയും ഷമീർ സാറേയും എല്ലാവരും മുക്തകണ്ഠം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അമീത് സാർ അവസാനിപ്പിച്ചൂടെ? അടുത്ത ഭാവി നെക്സ്റ്റ് പ്രോഗ്രാം അവരെ വൈകാതെ അറിയിക്കാം അല്ലെ? ഇൻഫോം ചെയ്യാം, പിന്നീട് ഇൻഫോം ചെയ്യാം. ഓക്കെ, ശരി. ഗ്രൂപ്പിൽ അറിയിക്കാം. Okay, thanks to all. Good night. Okay. പറഞ്ഞാലോ കരിമക്ക് എന്റെ കൊടുക്കുന്നടി